ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാനേഷുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ്? പേർഷ്യൻ. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ജോൺ ഗ്രാൻഡ്. 100 കോടി ജനസംഖ്യയിൽ എത്തിയ ആദ്യ ഭൂഖണ്ഡം? ഏഷ്യ. ഇന്ത്യയിൽ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? റിപ്പൺ പ്രഭു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല? തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എന്ന്? 1872. ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം? ചൈന. ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം? ഇന്ത്യ. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം? അമേരിക്ക. ഏതു കുട്ടിയുടെ ജനനത്തോടെയാണ് ഇന്ത്യയിൽ ജനസംഖ്യ 100 കോടിയിലെത്തിയത്? ആസ്ഥ. ആദ്യ ലോക ജനസംഖ്യാ സമ്മേളനം നടന്ന വർഷം? 1927. ആയുർ ദൈർഘ്യത്തിൽ മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം? കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യ. ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഡോക്ടർ കെ.സി. സക്കറിയ. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെമോഗ്രഫി. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം? 1989. ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? തോമസ് റോബർട്ട് മാൽത്തൂസ്. ജനസംഖ്യാ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? പ്രൊഫസർ എസ്.ബി. വായ്ലാൻഡ്. ലോക ജനസംഖ്യാ വർഷമായി UN ആചരിച്ച വർഷം ഏത്? 1974. ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസാണ് 2011 നടന്നത്? 15ാമത്തെ. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസാണ് 2011 നടന്നത്? 7ാമത്തെ. ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത് എപ്പോൾ? 2011. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 121.02 കോടി. ഇന്ത്യയിൽ ആദ്യമായി ജാതീയ സെൻസസ് നടന്ന വർഷം? 2011. എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്? 10 വർഷം. ഇന്ത്യയിൽ സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് ആര്? സെൻസസ് കമ്മീഷൻ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ഏത്? ഇടുക്കി. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല? മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല? വയനാട്. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം? ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം? ലക്ഷദ്വീപ്. ഡെമോഗ്രഫി എന്നതിലെ ഗ്രഫി എന്ന പദത്തിൻ്റെ അർത്ഥമെന്താണ്? എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക. ലോകത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം? വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം? ടോക്കിയോ, ജപ്പാൻ.
ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ നഗരം ഏതാണ്? ഡൽഹി. സെൻസസ് ദിനം അഥവാ കാനേഷുമാരി ദിനം എന്നറിയപ്പെടുന്നത് എന്ന്? ഫെബ്രുവരി 9. ലോകത്തിലെ ജനസംഖ്യ 500 കോടി തികച്ച കുട്ടി ഏതാണ്? മതേജ് ഗാസ്പർ. ലോക ജനസംഖ്യ 500 കോടി കടന്ന ദിവസം ഏതാണ്? 1987 ജൂലൈ 11. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? തോമസ് റോബർട്ട് മാൽത്തൂസ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ കാനേഷുമാരി കണക്കെടുപ്പ് നടന്ന വർഷം? 1951. ലോകത്തിലെ ആദ്യ സെൻസസ് നടന്നത് എവിടെയാണ്? 1790 അമേരിക്കയിൽ. ഇന്ത്യയിൽ എത്ര ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളാണ് മെട്രോപൊളിറ്റൻ നഗരങ്ങളായി കണക്കാക്കുന്നത്? 10 ലക്ഷം. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് അറിയപ്പെടുന്നത് എന്ത് പേരിൽ? കാനേഷുമാരി. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.